അതൊരു വല്ലാത്ത വികാരപരമായ പ്രശ്നം തന്നെയാണ്. അവർ വോട്ട് പിടിക്കാൻ വന്നതല്ല, അവർ വോട്ട് പിടിക്കാൻ വരട്ടെ എന്ന് നേരത്തെ ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ സേഫാണ്, ഇവിടെ ധാരാളം അവരെപ്പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഉല്ലൂക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ അവരൊന്ന് കാണാൻ വരണം എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടേക്ക് എത്തിയതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പണം കെട്ടിവെക്കാനുള്ള പണം തരണം എന്ന് മുതലുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. തൽക്കാലം അത് വേണ്ടാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടതാണ്. പക്ഷെ ഇന്നലെ അവർ വന്ന് ഞാനും വികാരഭരിതനായിപ്പോയി. കാരണം ജൂലൈ 30-ന് ചൂരൽമലയിൽ ആ ദുരന്തം നടന്നത് മുതൽ ഒല്ലൂരിനെ പോലെ ഞാൻ പരിലാളിക്കുന്ന ഒരു പ്രദേശമാണത്. വ്യക്തിപരമായിട്ട് എനിക്ക് ചില ചുമതലകളുള്ളതുകൊണ്ട് ഞാനെന്നല്ല നമ്മുടെ ഗവൺമെൻറ് തന്നെ. പക്ഷേ അതിൽ ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അടുപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു കൂടപ്പുറപ്പ് മത്സരിക്കുമ്പോൾ വരണമെന്ന് പറയുന്നത് പോലെ വന്നതാണ്. അന്ന് കുറച്ച് നാളായി കണ്ടിട്ട്, ഇപ്പോൾ മാർച്ച് 1 കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ചില സ്വകാര്യം പറഞ്ഞ കൂട്ടത്തിലുള്ള പറഞ്ഞത് ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു. വീണ്ടും എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഒരു വട്ടം കൂടി വരണം എന്ന് പറഞ്ഞിരുന്നു. എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഉറപ്പായിട്ടും ആ ആർജവത്തോടു കൂടി തന്നെ തിരിച്ചു വരും. അതുതന്നെയായിരിക്കും ഒല്ലൂക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ 3 മക്കളും പുത്തുമലയിലെ ഗ്രൗണ്ടിൽ ഒരു കേന്ദ്രത്തിലാണ്. ഞാൻ കഴിഞ്ഞ തവണ 1-ാം വാർഷികത്തിന് ജൂലൈ 30-ന് അവിടെ പോയി. ഞാൻ അവരുടെ മുമ്പിൽ റീത്ത് വെച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. കാരണം ആ 3 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടതിൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വല്ലാത്ത ദുഃഖമായിരുന്നു. അവരുടെ ആ ആവശ്യം പൂർണ്ണമായിട്ടും ഒല്ലൂക്കാർ നിറവേറ്റും. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ആദ്യത്തെ പോക്കും അങ്ങോട്ടായിരിക്കും.